ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. വിഷുവൊക്കെ എല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് ആഘോഷിച്ചോ? അപ്പോൾ ഇത് എൻ്റെ വിഷു വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു മൈ പടക്കം അൺബോക്സിങ്. എന്തൊക്കെ സാധനങ്ങളാണ് മേടിച്ചെന്നുള്ളത് കാണിച്ചു തരാം. സോ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയ പടക്കങ്ങൾ. ഫസ്റ്റ് നമുക്ക് കുറച്ച് പൂക്കുച്ചിയുണ്ട്, പൂക്കുച്ചിയുണ്ട്, വലിയ കമ്പിത്തിരിയുണ്ട്, പിന്നെ കിറ്റ്കാറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, അതെന്താണെന്നറിയില്ല. പിന്നെ അശോക ഫ്ലവർ പോട്ട്സ് ഉണ്ട്, ഇലക്ട്രിക് സ്പാർക്ലേഴ്സ്, ഗ്രീൻ ആൻഡ് റെഡ് 200 വാല, കുറച്ചധികം മാലപ്പടക്കങ്ങളുണ്ട്. പിന്നെ ഒരു പീകോക്ക് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ രാവിലെ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ചു. ഇനി നമുക്ക് ഉച്ചക്കേക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കാം. ഗീ റൈസ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സോ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇന്നത്തെ ഈ ഒരു വീഡിയോന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മളൊക്കെ കുക്ക് ചെയ്യുന്നത് നമ്മുടെ അമ്മമാരുടെ റെസിപ്പീസ് ഫോളോ ചെയ്തിട്ടായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കറി എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. കാരണം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും കുക്കിംഗ് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് വെച്ച് എന്നിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കുക്ക് ചെയ്താൽ മതി. പൊടികളാണെങ്കിലും ഞാനിവിടെ എല്ലാം സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് 5 സവാളയാണ്. അതിൽ 4 എണ്ണം ഒരു മീഡിയം സൈസും 1 എണ്ണം ചെറുതും. ഞാൻ ഇത്രയും സവാള എടുക്കാൻ കാരണം ചിക്കനിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ട്. നിങ്ങളിപ്പോൾ 1 കിലോ ചിക്കൻ അല്ലെങ്കിൽ 2 കിലോ ചിക്കൻ വരെ മാക്സിമം ചെയ്യുകയാണെങ്കിൽ 4 ഉള്ളി മതിയാവും. അപ്പോൾ 4 ഉള്ളി ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകിനെ ഞാൻ നടുവേ ഇങ്ങനെ കീറിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് വേണ്ടത്. അത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പേസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പൊടികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതൊരു ടീസ്പൂൺ എടുത്തിട്ട് അതിൽ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇങ്ങനെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടി ഒരു പാന് ചൂടാവാൻ വെക്കാം. അത് ചൂടാകുന്ന സമയം കൊണ്ട് വേറെ അടുപ്പിൽ ഞാൻ പാൽ ഒഴിക്കുന്നുണ്ട് പായസത്തിന് വേണ്ടിയിട്ട്. ഇതാ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. വെച്ചിരിക്കുന്ന പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. ഉള്ളി അവിടെ ഇരുന്ന് ആവട്ടെ. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. സേമിയ പായസമാണ് വിഷുവിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. ഓൾറെഡി റോസ്റ്റഡ് സേമിയ ആണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റുന്നേ ഉള്ളൂ. പിന്നെ സേമിയ ഓൾമോസ്റ്റ് ഒരു 70% 80% വെന്ത് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് ഞാനത് ഓഫ് ചെയ്ത് വെക്കും. ബാക്കി ആ പാലിൻ്റെ ചൂടിൽ സേമിയ കിടന്ന് വെന്തോളും. മീൻവെയിൽ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഇപ്പോൾ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എല്ലാ പൊടികളും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം റോസ് സ്മെല്ല് മാറിയതിന് ശേഷം തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത ശേഷം ഞാൻ ചിക്കൻ്റെ പീസസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ കറി ആവുന്ന സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ലെയർ ചോറിട്ടു, അതിൻ്റെ മേലെ ഉള്ളി ഇട്ടു, പിന്നെ കിസ്മിസ് ഇട്ടു, അതിൻ്റെ മേലെ കാഷ്യൂ ഇട്ടു. ഇനി വീണ്ടും നമ്മൾ അടുത്ത ലെയർ ചോറിട്ടിട്ട് അതിൻ്റെ മേലെ ഈ സെയിം സ്റ്റെപ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ഫ്രൈഡ് ഓണിയൻസ്, കിസ്മിസ് ആൻഡ് കാഷ്യൂ. ഇതെന്താണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് സവാള, പച്ചമുളക് 1 എണ്ണം, 3 വറ്റൽമുളക്, 1 കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി വഴറ്റിയിട്ട് അതിൻ്റെ അകത്ത് നാരങ്ങനീരും ഉപ്പും വരും. പിന്നെ റേസിൻസും ഉണ്ട്. മുന്തിരിയാണ് ഇതിൻ്റെ മെയിൻ. റേസിൻസ് ആണ് ഇതിൽ. ഇനി ഒരു ചട്നി ആക്കും, ചമ്മന്തി ആക്കും. നല്ല കിഡിലൻ ചമ്മന്തിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി തരാം. അങ്ങനെ നമ്മുടെ വിഷുവിടെ ലഞ്ച് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളിനി പപ്പടവും പഴവും കുഴച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പം സദ്യ ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഒക്കെ പപ്പടവും പഴമൊക്കെ കുഴച്ച് കഴിച്ച് എന്നിട്ട് പിന്നെ ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഒക്കെ കഴിക്കാറുള്ളൂ. എനിക്കിഷ്ടമുള്ളൊരു കാര്യം കൂടിയാണ് പപ്പടവും പഴവും കഴിക്കുന്നത്. ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഗീ റൈസ്
വിളമ്പി, പിന്നെ ക്യാബേജ് ഉപ്പേരി, പിന്നെ അമ്മ ഉണ്ടാക്കിയ ചമ്മന്തി, പപ്പടം, ചിക്കൻ കറി. ഇതാണ് നമ്മുടെ ഗീ റൈസിൻ്റെ കോമ്പിനേഷൻ. എസ്പെഷ്യലി ആ ചട്നി നല്ല ടേസ്റ്റാണ് കേട്ടോ ഗീ റൈസിൻ്റെ കൂടെ. കുറച്ച് ചിക്കൻ ചോറിൻ്റെ മേലെ വെച്ചിട്ട് കുറച്ച് ചട്നി എടുത്തിട്ട് കുറച്ച് ക്യാബേജ് എടുത്തിട്ട് എല്ലാം കൂടെ അതാ എൻ്റെ എല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ആ ഇലയിൽ തന്നെ പായസം ഒഴിച്ച് കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പായസത്തിൻ്റെ ഒരു മധുരവും നമ്മുടെ കറിയുടെ ഒക്കെ ഒരു എരിവും പുളിയും ഒക്കെ കൂടിയായിട്ട് നല്ല ടേസ്റ്റാണ്. ഒരു മാലപ്പടക്കം പൊട്ടിക്കും. വിഷുവിടെ അന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്തൊരു പരിപാടിയാണ് ഈ മാലപ്പടക്കം പൊട്ടിക്കൽ. നമ്മൾ വിഷുവിനെ പടക്കം പൊട്ടിച്ചങ്ങ് പറഞ്ഞയക്കാണ്. അങ്ങനെ നമ്മുടെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആകാശത്തു നിന്നുള്ള വെടിക്കെട്ടും മഴയും മിന്നലും ഒക്കെ കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും പുകയൊക്കെ മേലെ ചെന്നപ്പോൾ അതൊരു മഴയായിട്ട് ഇങ്ങ് പെയ്തിറങ്ങുകയാണ്. അതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയും മക്കളും ഒക്കെ വന്നു. ഇനി അവരുടെ കൂടെയാണ് കുറച്ച് നേരം വിഷു സെലിബ്രേഷൻ. അപ്പോൾ അവർക്ക് കത്തിക്കാനും പൊട്ടിക്കാനുമുള്ള സാധനങ്ങളൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. മതി 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 മതി. മമ്മേന്റെ സ്പാർക്ലർ കൊണ്ട് നല്ല രസമുണ്ടോ പച്ച ഇലേന്റെ ഇടയിൽ കാണാൻ. ധ്രുവിനൊന്നും എടുക്കും. ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്താ പോരെ വൈറ്റില്. അങ്ങനെ പടക്കെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൈനീട്ടം കൊടുക്കാനുള്ള സമയമായി. അപ്പോൾ ഇവരുടെ കൈനീട്ടവും അച്ഛനും അമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ ഈ വർഷത്തെ വിഷു നമ്മൾ നല്ല അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു. അപ്പം നിങ്ങൾക്കും ഞങ്ങളുടെ വിഷു വ്ളോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും വീണ്ടും വേറെ വ്ളോഗായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.